ശത്രുഭീതി കേട്ട് തെല്ലും നടുങ്ങിടിലും ചൂര ചെടി തണലിൽ ഞാൻ ഉറങ്ങിടിലും വന്നുണർത്തി താരും ദൂതർ കാനാലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. വന്നുണർത്തി താരും ദൂതർ കാനാലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. എനിക്കായി കരുതാമേ നൂരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീടെ കടന്നു വരുവാൻ സഹായിച്ച് ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെയും കടന്നു വരുമ്പോഴും കൈവിടാതെ കൂടെ നിൽക്കുന്നൊരു കർത്താവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം പിന്നെയും അടിയങ്ങളെ സഹായിച്ചു തന്ന ആയുസ്സ് ആരോഗ്യം ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുക, സ്തുതിക്കുക. ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും നൽകി തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ശരീരാത്മദേഹികളൊക്കെ ഒന്ന് ബലപ്പെടട്ടെ. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം, അടിപ്പിണരാനുള്ള സൗഖ്യം ഞങ്ങൾക്കൊന്ന് ലഭിക്കട്ടെ. അത് പ്രാപിച്ച് കർത്താവിന് വേണ്ടി അധികമായി ഓടുവാൻ തക്കണം ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി, ആത്മാവിൽ നടത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ എല്ലാം സമ്പൂർണ്ണമായിട്ടും ഒന്ന് ഏൽപ്പിച്ചു തരിക. അടിയനെ തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് ഓരോ വ്യക്തിജീവിതങ്ങളെയും നന്നായി അറിയാവുന്ന ദൈവമാകിയാൽ തൻ്റെ മക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും തിരുമുൻപാകിയുടെ മുന്നമേ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധ്യമാക്കി തരുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്, സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ആമേൻ. ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടിയുമായി ഇറങ്ങണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ഉപജീവനമാർഗം ഏൽപ്പിക്കട്ടെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, അപ്പോൾ എല്ലാം എൻ്റെ അപ്പൻ്റെ പാദപിടിച്ചിലോട്ടൊന്ന് ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളോട് കൂടെ ഇരിക്കണമേ. പരീക്ഷയിലായിരിക്കുന്ന മക്കളോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ കർത്താവേ. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല ജയം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെയൊക്കെ സമർപ്പിക്കുക കർത്താവേ. തിരുമുൻപാകെ അടിയനെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. അങ്ങെല്ലാവരെയും കാണുന്ന ദൈവം, അറിയുന്ന ദൈവമാകിയാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിന് വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം. താമസമിനാ തൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആ നന്മകളെ പ്രാപിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ അഭിജിത്തിനെ ഓർക്കുക, സനിൽമോനെ ഓർക്കുക, ഹന്നമോളെ ഓർക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രപ്പ. അല്ലുവിനെയും മിന്നുവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങനെ അല്ലെങ്കിൽ അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. തൻ്റെ കുഞ്ഞുങ്ങളെ പേരുപേരായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ. തൻ്റെ മക്കൾക്ക് ഉപജീവനമാർഗത്തിന് വഴിവാതിൽ തുറന്നു കൊടുക്കണം. അവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്, അവരെയും സമർപ്പിക്കുക കർത്താവേ. തൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ സ്വർഗോപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. ബാലസിംഹങ്ങളും ഇരുകെട്ടാതെ വിശന്നിരിക്കും. ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്ന വചനമാ കർത്താവേ. നിൻ്റെ വചനമായി ചടിയൻ പ്രാർത്ഥിക്കുകയാ. തൻ്റെ മക്കളൊക്കെ ഇവൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഉപജീവനമാർഗത്തെ ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം ദൈവികമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ പേരും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവേ, ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിൽ അടിയനങ്ങയോട് പ്രാർത്ഥിച്ചേൽപ്പിക്കുമ്പോൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാസമായി തീരുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെയും കർത്താവ് പ്രാപ്തരാക്കണം.
വേണ്ടുന്ന നന്മകളെ കൊടുത്തും സമാധാനത്തിൽ അവരെ കാത്തുകൊള്ളുമാറാകണം. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കളുണ്ടപ്പോൾ അവരുടെ വിവാഹം നടക്കട്ടെ. നല്ല തക്ക തുണകളെ അവർക്ക് ഒരുക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചോണേ കർത്താവേ. സ്തോത്രം. യാത്ര ചെയ്യുന്ന മക്കളെയൊക്കെ സ്വർഗം പരിപാലിച്ചു കൊള്ളുമാറാകണം. നിസ്സാനത്തെത്തുവോളം കൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എല്ലാ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഈ മാസക്കാലം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഉപജീവനമാർഗം അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചോണേ അപ്പാ. ആമേൻ. ആർക്കും ഒരു കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം, ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ അനുവദിക്കാതെ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോറ്റി പുലർത്തി ഓരോരുത്തരും ജയകരമായി നടത്തുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാ കർത്താവേ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ, അനേക കഷ്ടനഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക കർത്താവേ. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടല്ലപ്പാ. നീ ഹൃദയങ്ങളെയും അതിരുതികളെയും ശോധന ചെയ്യുന്ന ദൈവമാകിയാൽ അവസരത്തിലുള്ള മാർഗങ്ങളെയൊക്കെയും എടുത്തു മാറ്റി ശാശ്വതമായ മാർഗത്തിലെ മക്കളെ, കുടുംബത്തെ നടത്തേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമോ, പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ദൈവമോ, കണ്ണാലെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അനേക മദ്യപാനികൾ രൂപാന്തരപ്പെടുന്ന മാസമായി മാറട്ടെ കർത്താവേ. അനേകർ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്ന മാസമായി മാറട്ടെ കർത്താവേ. അതിനായി ഞങ്ങൾക്ക് യോഗസ്റ്റ് മാസം അനുഗ്രഹിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സമാധാനമില്ലാതെ കുടുംബജീവിതത്തിൽ സമാധാനം സ്വസ്ഥതയും അനുഭവിക്കാത്ത അനേക മക്കളുണ്ട് കർത്താവേ. അവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. അവർ സമാധാനം അനുഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ കർത്താവേ. അതിനായി സ്വർഗമെല്ലാം രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ കഴിവും മനസ്സലിയുമുള്ള ദൈവം അവിടുന്ന് ആകിയാൽ അപ്പാ സകല അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ മേലും ചൊരിയേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കൾക്ക് നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചാട്ട്, ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കിക്കാട്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുഴുക്കളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളെ ഉള്ളതുപോലെ അറിയുന്നല്ലോ. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ അറിയുന്നല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിലും ഡെലിവറി റൂമിലും ആയിരിക്കുന്നവരെ സ്വർഗം കാണുന്നല്ലോ. അത്ഭുതത്തിൻ്റെ കരം നീട്ടണമേ, വിടുവിതലിൻ്റെ കരം നീട്ടണമേ കർത്താവേ. തൻ്റെ മക്കളോടൊക്കെ മനസ്സലിയുമാറാകണം നെടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വന്നും കുഴപ്പമുള്ളവർ, ആമേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രപ്പ. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, സ്തോത്രം. തലയ്ക്കകത്ത് വേദനയാൽ ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരം അനുഭവിക്കുന്നവർ കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവേ, സ്തോത്രപ്പ. സ്തോത്രം. നോർമലില്ലാത്ത ജീവിതങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധിയും ആലോചനയുമൊക്കെ എല്ലാവർക്കും കൊടുക്കണമേ കർത്താവേ. അതുപോലെ മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടല്ലോ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. ഞങ്ങളെവിടെയായിരുന്നാലും സ്വർഗത്തിലെ അപ്പച്ചൻ പ്രവർത്തിക്കുവാൻ മനസ്സലിയുള്ള ദൈവമാകിയാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല അലസതകളും മടികളും മന്ദതകളും ഒക്കെ മാറ്റി കർത്താവ് ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധം കൊടുത്ത്, ജോലി ചെയ്യാറുള്ള മനസ്സ് കൊടുത്ത്, കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ, അവരെ കരുതി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവ് ബുദ്ധിയും ആലോചനയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകാൻ നീ സമ്മതിക്കല്ലേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഈ പ്രാർത്ഥനകളുടെ മറുപടിയൊക്കെ കാണുവാൻ ഭാഗ്യം തന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ. കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവരുണ്ട് കർത്താവേ. ആമൻ. എല്ലാവരുടെ മേലും നിന്റെ തങ്കക്കരമൊന്ന് വയ്ക്കുമാറാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വാഗ്ദത്ത വചനം ഓരോ മക്കളുടെ മേലും പ്രകാശിക്കട്ടപ്പാ. അത് സൗഖ്യമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി തീരുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് സഹായിച്ചോണേ കർത്താവേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെ, വേലക്കാരെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ കരുണ കാണിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും വിടുവിക്കുമാറാകണമേ. ഞങ്ങളുടെ യൗവനക്കാരെ സമർപ്പിക്കുകയാ, ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിക്കുകയാ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാകിയാൽ എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരൊന്നും വരുതാർത്ഥത്തിൽ അകപ്പെട്ടുവാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ രക്തത്താൽ ഓരോ മക്കളെയും മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ശത്രു കാണരുതേ അപ്പ, ദുഷ്ടപിശാചി തുടരുതേ, അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരരുതേ കർത്താവേ. ദൈവനാമം ദുഷിക്കപ്പെടുന്നതൊന്നും ഞങ്ങളുടെ വീടുകളിൽ കടന്നു വരുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാപ്പ. കാൽവരി ക്രൂശിലെ രക്തത്താൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കുടുംബത്തെയും സ്വർഗം മുദ്രയിടുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും സൗഖ്യവും എല്ലാ മക്കൾക്കും തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.